ഓണം സീസണായപ്പോൾ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഓണത്തിന് മാത്രമുള്ള ഓഫറാണ്. അല്ലാത്തപ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മച്ചിക്കുട്ടി തട്ടമിടാൻ വേണ്ടി സമരം നടത്തിയാലും തട്ടമിട്ടതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലും ഈ സപ്പോർട്ട് ഉണ്ടാകില്ല. ഇത് ഓണം സ്പെഷ്യൽ ഓഫറാണ്. ഓഫർ കൊടുക്കുക മാത്രമല്ല, അവരുടെ വീഡിയോകൾ, അവരുടെ ഡാൻസുകൾ, അവരുടെ തുള്ളലുകൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചരിപ്പിക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുതേ മുസ്ലിം കുട്ടികളെ എന്ന് പറയുന്ന ഏതെങ്കിലും തൊപ്പിക്കാരോ ഉസ്താദുമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നന്നായി ട്രോളുകയും ചെയ്യും. ഈ രോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളത് നന്നായി ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ ട്രോൾ ചെയ്യാലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാലൊന്നും നിർത്തിപ്പോകുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളിവിടെ പറയുന്നതും സംസാരിക്കുന്നതും ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, വിധിവിലക്കുകൾ, കൽപ്പനകൾ അതിലൊക്കെ വിശ്വാസമുള്ള സമൂഹത്തോടാണ്. അത് വേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ആരെയും ഇവിടെ നിർബന്ധിപ്പിച്ച് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനൊന്നും ഇവിടെ ഒരു മുസ്ലിം പണ്ഡിതനും ശ്രമിക്കാറില്ല. എന്നു മാത്രമല്ല, ഇതര മതത്തിൽപ്പെട്ട ആളുകളോട് അവരുടെ വിശ്വാസ കാര്യങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ ഞങ്ങളാരും കൈകടത്താറുമില്ല. ഞങ്ങൾ പറയുന്നത് സമുദായത്തോടാണ്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയുകയും ചെയ്യാം. പറഞ്ഞു കൊടുക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞങ്ങളുടെ മേലിലുള്ളത്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും. അതിന് ഈ രാജ്യം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. ഇവിടെ സത്യത്തിൽ ഓണമല്ലല്ലോ ഇന്ന് നമ്മുടെ മക്കൾ ആഘോഷിക്കുന്നത്. അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ടുപോയിട്ട് കേവലം ഓണത്തെ ഓർമ്മപ്പെടുത്താൻ ഒരു സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ ഒക്കെ ഉടുത്തു വരുന്നു എന്നതിനപ്പുറം അവർ കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പോൺ സ്റ്റാർ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ചില ഉമ്മച്ചിക്കുട്ടികൾ തുള്ളാൻ. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല. എങ്ങനെയോ വഴിതെറ്റി വന്ന ഇവരെ ആധുനിക മനുഷ്യരെന്ന് നാം ഊറ്റം കൊള്ളുന്ന ഇരുകാലി മൃഗങ്ങൾ വേട്ടയാടുകയാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നിത്യഹരിത സംഘടനയ്ക്കുണ്ട്. ഇതൊക്കെയാണ് ഓണാഘോഷം. സത്യത്തിൽ ഓണാഘോഷത്തെ പോലും പറയിപ്പിക്കുകയല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്ന ആഘോഷങ്ങളുണ്ട്. അതൊന്നുമല്ല ഇന്നത്തെ തലമുറ ആഘോഷമാക്കി മാറ്റുന്നത്. അതിനപ്പുറം അടിച്ചുപൊളികളുടെ ആഭാസത്തരങ്ങളുടെ അങ്ങേയറ്റം എന്നുവരെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള തുള്ളലുകൾ, ചാടലുകൾ, കാട്ടിക്കൂട്ടലുകൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയോട് അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ? എന്തെല്ലാമാണ് ഈ ആങ്ങളമാരും അതുപോലെ ചേച്ചിമാരും ഇത്താത്താമാരുമൊക്കെ ഇത്തരത്തിലുള്ള ഉമ്മച്ചിക്കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഞാനൊരു വീഡിയോ കണ്ടു, കുറേ വീഡിയോകളുണ്ട്. അതിലൊരു വീഡിയോ വലിയ ആവേശത്തിൽ ഒരാൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്, അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടും. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു പൊട്ടും, ഇല്ലെങ്കിൽ പിള്ളേര് പൊട്ടിക്കും. കാരണം പിള്ളേർ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. ഇതുപോലെ അവരതെടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അത് കാണും, പിന്നെ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നത്തെ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അവർ കേൾക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ, ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ആളുകൾ എന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ പറയുക എന്ന ബാധ്യത മാത്രമേയുള്ളൂ. അതല്ലാതെ ആരെയെങ്കിലും കൊണ്ട് നിർബന്ധിപ്പിച്ച് അനുസരിപ്പിക്കലോ ഇനി അനുസരിക്കാത്തവരെ കാണുമ്പോഴേക്കും കുരു പൊട്ടിപ്പോകലോ ഒന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ പൊട്ടണ കുരു അല്ല ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ്. അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഉമ്മച്ചിക്കുട്ടികൾ ഡാൻസ് കളിച്ച് കിട്ടിയാൽ മതി. പ്രത്യേകിച്ച് അത് മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ആഘോഷമാക്കും. നിങ്ങൾക്കും ഒരു കണ്ടന്റായി. പിന്നെ നിങ്ങളുടെ ആ ഉള്ളിലുള്ള നെഞ്ചരിച്ചിലുണ്ടല്ലോ, അതും കുറച്ച് സമയം മാറിക്കിട്ടും.
അതിനപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു വിഷയമല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞങ്ങളുടെ മതങ്ങളെക്കുറിച്ച്, മതശാസനകളെക്കുറിച്ച് സമൂഹത്തോട് പറയുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് പറയും. അതിന് നിങ്ങൾ എന്തൊക്കെ ഒച്ച വെച്ചാലും മിണ്ടാതിരിക്കും. ആ ഓണക്കാലം വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒളിച്ചോടിപ്പോകും, വനവാസത്തിന് പോകും എന്നൊന്നും നിങ്ങളും വിചാരിക്കണ്ട. ഇവിടെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതുകൂടി നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഈ ഉമ്മച്ചി കുട്ടികൾക്ക് ഓണത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ, ഫോർട്ട് കൊച്ചിയിൽ ഒരു കുട്ടി തട്ടമിട്ട് സ്കൂളിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി? നിങ്ങൾ ഉണ്ടായിരുന്നോ കൂടെ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ ആ കുട്ടിക്ക്? അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഹിജാബ് ഇട്ടതിൻ്റെ പേരിൽ ഈ കേരളത്തിലടക്കം, പിന്നെ അടുത്ത സംസ്ഥാനമായ കർണാടകയിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എവിടെയായിരുന്നു നിങ്ങളുടെ ഈ പിന്തുണ? അപ്പൊ ഈ പിന്തുണ കുറെ ഉമ്മച്ചി കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടാണോ? അതങ്ങോട്ട് കാണുമ്പോഴേക്കും ഇസ്ലാം അങ്ങ് ഒഴുകിപ്പോകുമെന്ന് ഓർത്തിട്ടാണോ? നിങ്ങൾക്കിപ്പോ ഇങ്ങനെ കുറെ തുള്ളലുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന വീഡിയോ ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് വന്ന് അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം, വ്യൂവേഴ്സ് ഉണ്ടാക്കണം, പിന്നെ അതിലൂടെ ഇസ്ലാമിനെയും കുറെ ഉസ്താദുമാരെയൊക്കെ ഒന്ന് ട്രോളണം, നിങ്ങൾക്കും ഒരു ആശ്വാസം, നിങ്ങൾക്കും ഒരു നേട്ടം എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിലൊന്നും വലിയ ആത്മാർത്ഥതയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അത് ഓണത്തിന് തുള്ളല് മാത്രമല്ല, തട്ടം മുണ്ടിട്ടോണ്ട് തുള്ളല് മാത്രമല്ല, തട്ടം മുണ്ടിടാതെ തുള്ളിയാലും ഓണമൊക്കെ എവിടെ കിടക്കുന്നു? ഞങ്ങളുടെ സമുദായത്തിലെ കുറെ ആളുകൾ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന തുള്ളലുകൾ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ലേ? പക്ഷെ കുറെ ആളുകൾ തുള്ളുന്നുണ്ട്. അത് നമ്മുടെ രാജ്യം, സ്വതന്ത്ര രാജ്യമല്ലേ? ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യം, ആ രാജ്യത്ത് അവരത് ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടെ മതം പറയുന്നു. എന്നാൽ എല്ലാവരും ഇങ്ങനെ തുള്ളാൻ നടക്കുകയാണെന്നൊന്നുമല്ല. ഇപ്പൊ കേരളത്തിൽ എത്രയോ കോളേജുകളുണ്ട്, മലപ്പുറം ജില്ലയിൽ എത്രയോ കോളേജുകളുണ്ട്. ആ കോളേജിലുള്ള എല്ലാ കുട്ടികളും ഈ കോലത്തിൽ തുള്ളുന്നുണ്ടോ? ഈ സമുദായത്തിലെ എത്രയോ കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോകളിലൂടെ കാണിക്കുന്ന കുറച്ചുമ്മച്ചി കുട്ടികൾ മാത്രമല്ലല്ലോ കേരളത്തിൽ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നത്. ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കുട്ടികൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. അവരൊന്നും ഇതുപോലെ തുള്ളാനും ചാടാനും ഒന്നും വരാതെ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇങ്ങനെ ഇടപെടുമ്പോൾ ഇതാണ് ദീനിന്റെ വശമെന്ന് മനസ്സിലാക്കി വിശ്വാസമുള്ള കുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വിശ്വാസമില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നും അല്ല പറയുന്നത്. അവരൊക്കെ ഇപ്പൊ അവരുടെ ഒരു പ്രായത്തിന്റെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോഴുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ്. അവരത് ചെയ്യുമ്പോഴേക്കും ഞങ്ങളാരും നരകത്തിലെ വിറകുകൊള്ളിയാക്കാനോ അല്ലെങ്കിൽ അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ ഒന്നും പോകാറില്ല. ചില ആളുകളൊക്കെ വിവരമില്ലാതെ അങ്ങനെ കമന്റുകൾ എഴുതുന്നുണ്ടാവാം. അറിവുള്ള ആളുകൾ ആരും അങ്ങനെയൊന്നും പറയില്ല. മറിച്ച് അവർ ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യക്തമായി പറയും. അത് ഓണാഘോഷമാണെങ്കിലും ഇനി പെരുന്നാൾ ആഘോഷമാണെങ്കിൽ പോലും, ഓണം പോട്ടെ, ഞങ്ങളുടെ 2 പെരുന്നാളുകളുണ്ട്. അതുപോലെ ഞങ്ങൾ നബിദിനം ആഘോഷിക്കാറുണ്ട്. ഇങ്ങനെയുള്ള എന്ത് ആഘോഷമാണെങ്കിലും ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ലെന്ന്, ആണുങ്ങളാണെങ്കിലും ആഭാസത്തരം നിറഞ്ഞ രീതിയിലുള്ള തുള്ളലോ ചാടലോ പാട്ടോ ഒച്ചവെപ്പോ ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതൊക്കെ ഞങ്ങൾ പറയും. ഇത് ഓണത്തോടുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടല്ല. ഓണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതുമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറെ ഇൻഫ്ലുവൻസർമാരുടെയും പിന്തുണക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ഇതിവിടുത്തെ ഉസ്താദുമാർ മാത്രമേ ഓണത്തെ എതിർക്കുന്നുള്ളൂ എന്നാണ്. അല്ല, പള്ളിയിലച്ചന്മാര് ഓണത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഹൈന്ദവരിൽപ്പെട്ട ആളുകൾ പോലും ഓണത്തെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചർച്ചകൾ അങ്ങനെ പലതും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ രോഗം തട്ടമിട്ട ഉമ്മച്ചി കുട്ടികളും അവരെ എതിർക്കുന്ന തലയെക്കെട്ട് കെട്ടിയ ഉസ്താദുമാരും മാത്രമാണ്. അത് വേറെ രോഗമാണ്. എന്നിട്ട് ഇപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചില്ലേ, അവര് നമ്മളോടൊരു ഉപദേശം കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ടൊരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കാൻ നോക്കുക. അവർ ഡാൻസ് കളിക്കുകയോ പാട്ട് പാടോ തലകുത്തി മറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നിങ്ങൾ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അങ്ങ് ജീവിക്കും. ആ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളുണ്ട്, അവരത് കൃത്യമായി നോക്കിക്കോളും. ഇതാണ് ഉപദേശം. അവരുടെ കാര്യം നോക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളുണ്ട്, അവർ നോക്കിക്കോളൂ എന്നാണ് നമ്മളോട് ഉപദേശിക്കുകയാണ്. എന്നാൽ തിരിച്ചൊന്ന് പറയട്ടെ, ഞങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി ഞങ്ങളുണ്ട്. ഞങ്ങൾ എന്തിനാ നിങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്? ഞങ്ങൾ ആരെങ്കിലും തെറി പിടിച്ചോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ആഘോഷം നടത്തുന്നിടത്ത് പോയിട്ട് അലമ്പുണ്ടാക്കിയോ? ഒന്നും ചെയ്തില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറയുന്നു, അവരവരുടെ കാര്യം പറയുന്നു. ഇത് നിങ്ങൾ പൊക്കിപ്പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്?
അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാമെങ്കിൽ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കും അറിയാം. ഇത് ഞങ്ങളുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എന്താ ഇപ്പൊ കാര്യം? നിങ്ങളുടെ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള ശത്രുത തീർക്കാൻ എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സീസൺ നോക്കി പിന്തുണക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കണ്ണുരുട്ടൽ കാണുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പേടിച്ചോടിപ്പോകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പറയാനുള്ളത് പറയും, കേൾക്കുന്നവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. തള്ളിക്കളഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അതേസമയം പറയാത്തതെന്ത് എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം.